ഈ ദുരന്തമുണ്ടായതിന്റെ മുകളില് 900 കണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കുറെ വനഭൂമി, അതിന്റെ ഇടയിൽ കുറെ പ്രൈവറ്റ് ഭൂമി. അവിടുത്തെ ഓഫ് റോഡ് ഡ്രൈവിംഗ്, അവിടെ രാത്രി ടെന്റ് ടൂറിസം, അവിടെ കണ്ണാടി മാളികകൾ, 100 കണക്കിന് ജീപ്പുകളിലായിട്ട് മനുഷ്യൻ പോവാണ്. മനുഷ്യൻ സ്പർശിക്കാൻ പാടില്ലാത്ത, കാല് തുട്ടാൻ പാടില്ലാത്ത അതീവ ദുർബലമായ പ്രദേശത്താണ് ഇതൊക്കെ നടക്കുന്നത്. വികസനത്തിന്റെ കുതിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയേണ്ടത് വികസനം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും കുടിക്കാനുള്ള വെള്ളം കിട്ടുക, എല്ലാ മനുഷ്യർക്കും പ്രാണവായു കിട്ടുക, എല്ലാ മനുഷ്യർക്കും ഭക്ഷണം കിട്ടുക, എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള ആവശ്യമായ വിദ്യാഭ്യാസവും ആരോഗ്യവും ഉണ്ടാവുക. മിണ്ടിയാൽ അവർക്കെതിരായി സൈബർ അറ്റാക്ക് വരും. ഒരു ചെറിയ സംഘമാണ് അത്. അവരാണ് സമൂഹത്തെ നിയന്ത്രിക്കുന്നതും സമൂഹത്തിന്റെ മാസ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതും. അന്ന് വയനാട്ടിലെ കൽപ്പറ്റയിലെ പ്രതിപക്ഷ നിൽക്കുന്ന ആളായിരുന്നു MLA, ഇപ്പോഴത്തെ കൃഷിമന്ത്രി സിദ്ദീഖ്. അയാളൊക്കെ ഇതിന് ഉത്തരവാദി, അയാളൊക്കെ ഇതിന് മൗനാനുവാദമല്ല. ഞങ്ങളൊക്കെ ഏത് നിമിഷവും തോൽപ്പിക്കപ്പെടും. എന്റെ വീട്ടിലേക്ക് ഈ കാര്യം പറഞ്ഞ്, വികസന വിരോധി എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് ഗുണ്ടകൾ. ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷത്തേക്ക് 15 വർഷത്തേക്ക് എടുത്തു നോക്കിയോളൂ, എല്ലാം മെഗാ പദ്ധതികൾ. ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന എവിടെയാണ്? നമ്മൾ ആൻഡമാൻ നിക്കോബാറിലെ ഭയങ്കര പദ്ധതി. അവിടുത്തെ ജാവറകൾ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ് അടക്കം ഇല്ലാതാകാൻ പോവുകയാണ്. സാർ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ അനുമതി അല്ലെങ്കിൽ ഈ കൊടുത്ത സമയത്ത് ശാസ്ത്രീയ പരിശോധന ഒന്നും തന്നെ നടത്തിയില്ല. ഇങ്ങനെ വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത് നമുക്കറിയാം. ഈ ചൂരൽമല ദുരന്തങ്ങളൊക്കെ നടന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അവിടെ ഇന്ന കണക്ക് ആളുകൾ മാറി താമസിക്കണം, അല്ലെങ്കിൽ അവിടെ ഈ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്നുള്ള നിർദ്ദേശമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വലിയ നീക്കങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പിന്നീട് അവിടെ ദുരന്തത്തിൽ പെട്ടവർക്ക് വീടുകൾ വെച്ചു കൊടുക്കുന്നു. പക്ഷെ ആ വീടിലും ഒരു അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി, അതായത് വിള്ളൽ വീഴുന്നു. അങ്ങനെയാണെങ്കിൽ സാർ, ഈ തുടങ്ങുന്ന, അതായത് സർക്കാർ വികസനം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈ വീട് വെക്കലും അതോടൊപ്പം തന്നെ ഈ തുരങ്കം ഒക്കെ ജനജീവന് വലിയ ഭീഷണിയാണ്. പിന്നെ എന്തുകൊണ്ടാണ് സർക്കാർ ഈ ഒരു കാര്യം ചെയ്യുന്നത്? ഇത്രയും വലിയ ഭീഷണിയുണ്ട്, ശാസ്ത്രീയ പരിശോധന നടത്തുന്നില്ല, ഒന്നും തന്നെ ചെയ്യുന്നില്ല. അത് അപ്പൊ ഒരു പണം മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു പദ്ധതിയൊക്കെ സർക്കാർ തുടങ്ങുന്നത്? അത് ആർക്കറിയാത്ത, ഇന്ത്യയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം മെഗാ പദ്ധതികളാണ്. ഒന്നൊന്നില്ലാതെ ജനജീവിതത്തിന് ഭീഷണിയും സാധാരണക്കാരായ ജനങ്ങളെ തെണ്ടികളാക്കുന്നതുമായ വികസനമാണ് ഇന്ത്യയിൽ ഉടനീളം. ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷത്തേക്ക് 15 വർഷത്തേക്ക് എടുത്തു നോക്കിയോളൂ, എല്ലാം മെഗാ പദ്ധതികൾ. ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന എവിടെയാണ്? നമ്മൾ ആൻഡമാൻ നിക്കോബാറിലെ ഭയങ്കര പദ്ധതി. അവിടുത്തെ ജാവറകൾ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ് അടക്കം ഇല്ലാതാകാൻ പോവുകയാണ്. അതേപോലെ തന്നെ നിയാംഗിരി കുന്നുകൾ എല്ലാം തന്നെ ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയാണ്. ഈ വികസനത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു പദ്ധതികൾ ഉണ്ടാക്കുമ്പം നമുക്ക് ഒന്നാമത് നമ്മൾക്കൊരു ജനാധിപത്യം പേരിൽ പറയാന്നല്ലാതെ ഇന്ത്യൻ മനസ്സ് ഒരു ജനാധിപത്യത്തിന് അനുഗുണമായ രീതിയിൽ പാകപ്പെട്ടിട്ടില്ല. ഭരണാധികാരികൾക്ക് ഏത് രീതിയിലും വളച്ചൊടിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു സംഘം ആൾക്കാർക്ക് മനുഷ്യന്റെ മനസ്സിൽ കടന്നുകൂടി തെറ്റായ, അവർക്കൊരിക്കലും ആവശ്യമില്ലാത്ത ചില ആവശ്യങ്ങൾ അവരെ കൊണ്ട് ഉന്നയിപ്പിച്ച് അതാണ് വികസനം, അതാണ് വളർച്ച, അതാണ് നാടിനാവശ്യം എന്നുള്ള തെറ്റായ ബോധമുണ്ടാക്കി അവരെ തന്നെ വിക്റ്റിമാക്കുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതും. ഇന്ത്യയിൽ കേരളത്തിലും വന്നിട്ടുള്ള സമീപകാല പദ്ധതികൾ നമുക്ക് ഏതാണ്? വയലുകൾ നശിപ്പിക്കുന്ന, നമുക്ക് ഉണ്ണാൻ കിട്ടുന്ന നെല്ല് കിട്ടുന്ന വയലുകൾ നശിപ്പിക്കുന്ന, കൃഷിഭൂമികൾ നശിപ്പിക്കുന്ന, ആർക്കും വേണ്ടാത്ത ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രം വേണ്ട വികസനത്തിന്റെ പിറകെ എന്നിട്ട് നാട്ടുകാർ തെറ്റിദ്ധരിക്കാണ്. എന്നെ പോലെ, നമ്മളെ പോലെയുള്ള സാധാരണക്കാര് ഇതൊക്കെ നമുക്കൊക്കെ വേണ്ടതാണ്, ഇതൊക്കെയാണ് വികസനം, ഇതൊക്കെയാണ് ഉണ്ടാവേണ്ടത് എന്ന് അവരങ്ങ് തെറ്റിദ്ധരിപ്പി. അങ്ങനെ സാധിക്കുന്നേ. അതാണ് ലോകത്ത് എവിടെയും നടന്നിട്ടുള്ളത്, ഗീബൽസ്യൻ തന്ത്രങ്ങൾ. അതുകൊണ്ട് തന്നെ അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. ഈ സംഭവങ്ങൾ കൊണ്ടൊന്നും അവസാനിച്ചോളന്നില്ല. അങ്ങനെ പാഠം പഠിക്കുകയാണെങ്കിൽ വളരെ പാവപ്പെട്ടവരായ 500-ലധികം മനുഷ്യരാണ്. ആരാണ് അവര്? തേയിലത്തോട്ടങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന ബ്രിട്ടീഷുകാര്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അടിമകളായി കൊണ്ടുവന്ന തൊഴിലാളികളുടെ ലയങ്ങളിൽ താമസിച്ച, ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്ത, ദൈനംദിന ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യുന്ന സാധാരണക്കാരായ
ഇതിനൊന്നും ഉത്തരവാദികളായ 500-ലധികം മനുഷ്യരാണ് തുടച്ചു നീക്കപ്പെട്ടത്. ആർക്ക് വേണ്ടി? അതിന്റെ പരിസരത്തുള്ളതായ റിസോർട്ട് ലോബിയും അതിന്റെ പരിസരത്ത് വന്നിട്ടുള്ളതായ ഗ്ലാസ് ബ്രിഡ്ജുകളും അതിന്റെ പരിസരത്ത് വന്നിട്ടുള്ളതായ കോറികളും അതിന്റെ ഉടമകളും ലാഭം കൊയ്യാൻ വേണ്ടി. ഇപ്പൊ ഇവിടെ തന്നെ എന്താ സ്ഥിതി എന്നറിയോ? ഈ ഈ തുരങ്ക ദുരന്തമുണ്ടായതിന്റെ മുകളില് 900 കണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കുറെ വനഭൂമി, അതിന്റെ ഇടയിൽ കുറെ പ്രൈവറ്റ് ഭൂമി. അവിടത്തേക്ക് ഓഫ് റോഡ് ഡ്രൈവിംഗ്, അവിടെ രാത്രി ടെന്റ് ടൂറിസം, അവിടെ കണ്ണാടി മാളികളുടെ ഗ്ലാസ് ബ്രിഡ്ജുകൾ, കണ്ണങ്ങൾ അങ്ങനെ ഒഴുകാണ്. ഇപ്പൊ 100 കണക്കിന് ജീപ്പുകളിലായിട്ട് മനുഷ്യൻ പോവാണ്. മനുഷ്യൻ സ്പർശിക്കാൻ പാടില്ലാത്ത, കാല് തുട്ടാൻ പാടില്ലാത്ത അതീവ ദുർബലമായ പ്രദേശത്താണ് ഇതൊക്കെ നടക്കുന്നത്. അതിന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആദിവാസികളുണ്ട്, പാവപ്പെട്ട. അവരൊക്കെ അവിടുന്ന് തുടച്ചു നീക്കപ്പെടാൻ പോവുകയാണ്. തുടച്ചു നീക്കപ്പെടുക തന്നെ ചെയ്യും. ഇത് നമ്മൾ വികസനത്തിന്റെ ഇരകൾ. അത് നമ്മളെ പോലുള്ളതായ ഇന്ത്യയെ പോലെ പിന്നോക്കം നിൽക്കുന്ന ചൈനയെ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങളും വികസിതം എന്ന് പറയുന്ന വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന, വികസനത്തിന്റെ കുതിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത് വികസനം എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും കുടിക്കാനുള്ള വെള്ളം കിട്ടുക, എല്ലാ മനുഷ്യർക്കും പ്രാണവായു കിട്ടുക, എല്ലാ മനുഷ്യർക്കും ഭക്ഷണം കിട്ടുക, എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള ആവശ്യമായ വിദ്യാഭ്യാസവും ആരോഗ്യവും ഉണ്ടാവുക. ഇതൊക്കെയല്ലേ വികസനം? ഇതിലൊന്നും ശ്രദ്ധിക്കാതെ ഇത്തരത്തിലുള്ള കൂറ്റൻ വികസനത്തിന്റെ ഇരകളായിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. സർ, ഇപ്പൊ നടന്ന ഈ ഒരു ദുരന്തത്തിൽ ആർക്കെതിരെയായിരിക്കും നടപടി എടുക്കുക? അല്ലെങ്കിൽ ഈ നടപടി ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൽ ഉൾപ്പെടില്ലേ? ഇതിന്റെ പേര് നടപടി എടുക്കുകയാണെങ്കിൽ ആദ്യം നടപടി എടുക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനും അന്നത്തെ മന്ത്രിസഭയിൽ ആൾക്കാരും മുതൽ ഇതിന് അനുമതി കൊടുത്തിട്ടുള്ളതായ സ്റ്റേറ്റ് തല പരിസ്ഥിതി ആഘാത പഠന സമിതിയുടെ ചെയർമാനും മെമ്പർമാരും മുതൽ ഇതിനു വേണ്ടി തെറ്റായ റിപ്പോർട്ടുകൾ എഴുതി കൊടുത്ത വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ മുതൽ ഇതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയായിട്ടുള്ള PWDയിലെ എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥന്മാരും മുതൽ ജുഡീഷ്യറി, കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും, എസ്പെഷ്യലി പറഞ്ഞോട്ടെ കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് മുതൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വരെയുള്ള ആൾക്കാരും എല്ലാം ഇതിന്റെ കുറ്റവാളികളാണ്. അവരെല്ലാം ഇതിന്റെ പേരിൽ വിചാരണ ചെയ്യപ്പെടേണ്ടവരുമാണ്. അന്നത്തെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന സർക്കാരിന്റെ അല്ലേ? അതെ ആളുകൾ മുതൽ അതെ, അവരാണല്ലോ. വലിയൊരു അദ്ദേഹത്തെ ഭരണ സർക്കാർ മാത്രമല്ല, അന്ന് വയനാട്ടിലെ കൽപ്പറ്റയിലെ പ്രതിപക്ഷ നിൽക്കുന്ന ആളായിരുന്നു MLA, ഇപ്പോഴത്തെ കൃഷിമന്ത്രി സിദ്ദീഖ്. അയാളൊക്കെ ഇതിന് ഉത്തരവാദി. അയാളൊക്കെ ഇതിന് മൗനാനുവാദമല്ല, അയാളൊക്കെ ഇതിന് പൂർണ്ണ പിന്തുണയാണ് കൊടുത്തത്. അതുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത്. അതെ അതെ. ഇതിനു മുമ്പ് ഈ പറഞ്ഞതുപോലെ തന്നെ ചൂരൽമലയിലൊക്കെ നടന്ന ദുരന്ത സമയത്ത് പഠന റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞതാണ് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ ഒരു മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായ വലിയ പ്രശ്നം ഉണ്ടാകും. മാത്രമല്ല ഈ പ്രശ്നം ഉണ്ടാകുന്ന ഇതേ സ്ഥലത്ത് തന്നെയാണ് ഈ തുരങ്കം പണി നടക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഈ തുരങ്കം പണി, അതായത് സർക്കാരിന്റെ സൗകര്യത്തിനനുസരിച്ച് ഒരുപക്ഷെ ഇത് പോവുകയാണെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഒരു പറ്റം ആളുകൾ അല്ലെങ്കിൽ ആദിവാസി ജനം അതിനിടയിൽ കിടക്കുന്ന ഒരുപാട് പേർ തുടച്ചു നീക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് എപ്പോഴാണ് നടക്കുന്നത്? കാരണം ഈ ഒരു തുരങ്കപ്പണി ഇങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഏത് നിമിഷവും നടക്കാം, മഴ സമയത്ത് എന്നുള്ളൊരു കാര്യം ഓർക്കുമ്പോൾ ഒരു വേദനയുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ നീതി എന്ന് പറയുന്നത് ഉണ്ടല്ലോ. ഞാനതില് എന്റെ 45 കൊല്ലം, എനിക്കിപ്പോ 70 വയസ്സായി, 70 വയസ്സിന്റെ മുകളിലായി. ഞാൻ 45 കൊല്ലം വയനാടിന്റെ പരിസ്ഥിതിക്കും പ്രകൃതിക്കും വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അതിന്റെ 10 കൊല്ലം മുമ്പ് ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. വയനാട്ടിലെ ആദിവാസികൾക്ക് വേണ്ടി, വയനാട്ടിലെ കൃഷിക്കാർക്ക് വേണ്ടി, വയനാട്ടിലെ സാധാരണക്കാരനൊക്കെ വേണ്ടി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ളതായ പൊതുപ്രവർത്തനം ഈ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെപ്പോലുള്ള കുറെ ആൾക്കാർ വയനാട്ടിലുണ്ട്, ഞാൻ മാത്രമൊന്നുമല്ല. എന്നേക്കാൾ കൂടുതൽ വയനാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ എന്താ നിങ്ങളോട് പറയേണ്ടത്? ഞങ്ങളൊക്കെ വളരെ സുഗതകുമാരി ടീച്ചർ, ഞങ്ങളെ പരിസ്ഥിതി രംഗത്തുള്ള ഞങ്ങളുടെയൊക്കെ ഒരു ഗുരുസ്ഥാനീയായ ഒരാളുണ്ട്, നിങ്ങൾക്കറിയാം, സുഗതകുമാരി കവയത്രി. അവർ ഞങ്ങളോട് എപ്പോഴും പറയും, നിങ്ങൾ നിരാശപ്പെടേണ്ട, നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുക, നമ്മൾ കർമ്മഫലം ഇച്ഛിക്കേണ്ട,
നമ്മൾ തോൽക്കുമെന്ന് ഉറപ്പുള്ള യുദ്ധത്തിലെ പടയാളികളാണ്. ഞങ്ങളൊക്കെ ഏത് നിമിഷവും തോൽപ്പിക്കപ്പെടും. എന്റെ വീട്ടിലേക്ക് ഈ കാര്യം പറഞ്ഞ് വികസന വിരോധി എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് ഗുണ്ടകൾ. സാധാരണ ജനങ്ങളൊന്നുമല്ല. അതേപോലെ തന്നെ സൈബർ ഇടങ്ങളിൽ വലിയ ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്. എന്നെപ്പറ്റി ധാരാളം മോശമായ കമന്റുകൾ വരുന്നുണ്ട്. എന്നെപ്പറ്റി മാത്രമല്ല, പരിസ്ഥിതി രംഗത്തുള്ള ആരെ പറ്റിയും മിണ്ടിയാൽ അവർക്കെതിരായി സൈബർ അറ്റാക്കിൽ വരും. ഒരു ചെറിയ സംഘമാണ് അത്. അവരാണ് സമൂഹത്തെ നിയന്ത്രിക്കുന്നതും സമൂഹത്തിന്റെ മാസ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതും. മോബിന്റെ ഒരു 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 ബോധം വാർത്തെടുക്കുന്നത് അവരാണ്. അവർ വിചാരിക്കുന്നത് കാര്യങ്ങൾ നടക്കും. പക്ഷേ ഞങ്ങൾ വയനാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകർ, ഇന്ത്യയിലെയും കേരളത്തിലെയും ലോകത്തെങ്ങുമുള്ള പരിസ്ഥിതി പ്രവർത്തകരെ പോലെ ഈ അനീതിക്കെതിരായി, ഈ പരിസ്ഥിതിക്ക് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി, മണ്ണിനും മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും വേണ്ടി, എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളവും പ്രാണവായുവും കിട്ടാൻ വേണ്ടി ഞങ്ങൾ പോരാടിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഈ ഒരു തുരങ്കം പ്രശ്നത്തില് പോരാടും എന്ന് തന്നെയാണ് ഉറച്ച് വിശ്വസിക്കുന്നത്, അല്ലെ? തീർച്ചയായിട്ടും. ഞങ്ങള് സുപ്രീം കോടതി ഞങ്ങളെ കേസ് തള്ളിക്കളഞ്ഞെങ്കിലും ഞങ്ങൾ നിയമ നടപടികളുമായിട്ട് ഇനി പോകാൻ വല്ല പഴുതുമുണ്ടെങ്കിൽ ഞങ്ങൾ ഡൽഹിയിലൊക്കെ ഉള്ള അഡ്വക്കേറ്റുമാർ, അതൊക്കെ ഒരു സേവനം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് തരുന്ന കേട്ടോ, അല്ലാണ്ട് ഒരു ഫീസും കൊടുത്തിട്ടല്ല. ഡൽഹിയിൽ ഒന്ന് പോയി ഒപ്പിടാൻ വേണ്ടി പോകണമെങ്കിൽ അവർ ഞങ്ങൾക്ക് ടിക്കറ്റ് അയച്ചു തരും, ട്രെയിനിന്റെ ബസ് ഒക്കെ ടിക്കറ്റ്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ പുതിയ പശ്ചാത്തലത്തിൽ ഇനിയും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ്. അത് മാത്രമേ നമുക്കൊരു ഒരു ഒരു ശരണമുള്ളൂ. പുതിയ സർക്കാരിൽ നമുക്ക് അമിത പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിലും വി ഡി സതീശനെ പോലെ ആധുനികമായ ഒരു മനസ്സുള്ള, ഇക്കോളജിയെ പറ്റി, പരിസ്ഥിതിയെ കുറിച്ച് ചെറിയ അവബോധമുള്ള ഒരു മനുഷ്യൻ ഇതിന്റെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഇതിനു മുമ്പ് പ്രതിപക്ഷ നേതാവായപ്പോൾ വ്യക്തമായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്, മതിയായ പരിസ്ഥിതി പഠനം നടന്നിട്ടില്ല, വയനാട്ടിലെ സാമൂഹിക പഠനം നടന്നിട്ടില്ല, ഇത് വയനാടിന്റെ പുരോഗതിക്കും വികസനത്തിനും എത്രമാത്രം ഉതകും എന്നുള്ളത് വ്യക്തമല്ല, അതുകൊണ്ട് അത് പഠിച്ചിട്ടേ ഇത് തുടങ്ങാവൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നും ഞങ്ങൾ വീണ്ടും ഇപ്പോഴും ഒരു നീതി പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ അമിത പ്രതീക്ഷ ഒന്നുമില്ല, ഇപ്പോഴും ആ പ്രതീക്ഷ കെട്ടടങ്ങിയിട്ടില്ല. എന്തായാലും പ്രതീക്ഷിക്കാം. മഴ വരുമ്പോഴും ഇത്തരം പരിപാടികൾ നടക്കുമ്പോഴും ജനങ്ങൾ ജീവനും കൊണ്ട് അല്ലെങ്കിൽ ജീവനും പിടിച്ചാണ് ഇരിക്കുന്ന അങ്ങനെ ഒരു അവസ്ഥയാണ് അവിടെ. എന്തായാലും പുതിയ സർക്കാർ വരുമ്പോൾ ഒരു അങ്ങ് പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കാം, അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. തീർച്ചയായും. നമ്മളെ വിശ്വാസമാണല്ലോ നമ്മളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.